ഒരിക്കലും വാടാത്ത പൂക്കളുമായി ശുഭദിനങ്ങൾ ഇനിയും ഇനിയും വരുമെന്നും കാത്തിരിക്കുന്നു ഈ സൂര്യപുത്രി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. മായാവിനോദിനിയെ ഒരു ദിവസത്തെ പരോളിലയക്കാൻ സ്പെഷ്യൽ ഓർഡർ വന്നിട്ടുണ്ട്. ശരി, പോയി കൂട്ടിയിട്ട് വരും. സർ. വരൂ. ഇന്ന് 4 മണിക്ക് എൻ്റെ കല്യാണമാണ്. വരില്ലേ? തീർച്ചയായും വരും. കല്യാണത്തിന് വരണം. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. എവിടെ? അവരെവിടെ? ആര്? നിങ്ങളുടെ നേതാക്കള് മായയും ജയന്തിയും. ഉറങ്ങുക. ഇന്നലെ രാത്രി മുഴുവൻ പഠിത്തമായിരുന്നു. പഠിത്തം? എന്തായി? എല്ലാവരോടും പറഞ്ഞോ? ഹേമയും ഉമ്മയും കണ്ടില്ല. പിന്നെ മേട്ടന്റെ മട്ടും ഭാവം കണ്ടിട്ട് അവർക്ക് എന്തോ ഒരു സംശയം. മായയും ജയന്തിയും രാത്രി മുഴുവൻ പഠിക്കുകയാണെന്ന് പറഞ്ഞപ്പോ അവരുടെ മുഖത്തൊരു പുച്ഛം. പുച്ഛിച്ചോണ്ടിരുന്നോട്ടെ. എന്തായി? കൃത്യം 5 മണിക്ക് എത്തണമെന്നാ മായ പറഞ്ഞിരിക്കുന്നത്. വാ, സൂക്ഷിച്ചോണേ. മേട്ടൻ മട്ടം കറങ്ങി നടക്കണുണ്ട്. പോയി പണി നോക്കാൻ പറ. നിങ്ങൾ വാ. ബം ഹബം ബം. ബം ഹബം ബം. ബം ഹബം 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 ബം. ബം ഹബം ബം.
പ്രിൻസിപ്പലിന്റെ മുറിയിൽ പോലീസും ബഹളവും. എന്താ കാര്യം? സെക്കൻഡീസിലെ രമണിയില്ലേ, ആ കുട്ടി ആത്മഹത്യ ശ്രമിച്ചു. എന്തിന്? പ്രണയനൈരാശ്യം. എന്നിട്ട് ചത്തോ? ഇല്ല, സീരിയസ് ആണെന്നാ തോന്നേ. ഹോസ്പിറ്റലിൽ ഇന്റൻസീവ് കെയറിലാ. എന്ന് എല്ലാരും വിളിക്ക്, നമുക്ക് പോവാം. ആരെയും ഹോസ്പിറ്റലിൽ പോകാൻ പ്രിൻസിപ്പൽ അനുവദിക്കുന്നില്ല. അനുവാദം ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ പോകുന്നത്. ജയന്തി, നമുക്ക് കണ്ടു പരിചയമെങ്കിലുള്ള ഒരു കുട്ടിയല്ലേ. ചാകുന്ന നേരത്തെ നമ്മൾ അടുത്തില്ലെങ്കിൽ ചത്തു കഴിയുമ്പോ അവൾ എന്ത് വിചാരിക്കും? ഓ റെഡി അപ്പോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്.